ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഇതുപോലെ നടന്നാൽ പോകുന്നെങ്കിൽ പിന്നെ വഴിക്കൂടുള്ള പൂക്കളും ചെടികളും എല്ലാം ഇതേപോലെ ഞങ്ങളുടെ കയ്യിൽ കാണും കേട്ടോ. അപ്പോൾ ഈ ചാരിത്തുള്ളി പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ? പോകുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ്. കാരണം നമുക്ക് നാളെ അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ള അപ്പോൾ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ നമ്മുടെ ഇവിടെ തന്നെ തൊട്ടടുത്ത മുത്തപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് നമ്മുടെ ഇങ്ങോട്ടേക്ക് താലപ്പൊലി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്ഥലമൊക്കെ നന്നായിട്ടൊന്ന് കാട് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കിയതാണ്. നോക്കി അവിടെയൊക്കെ ഒരുപാട് ഈ പുളിമരത്തിൻ്റെയൊക്കെ ഇലകൾ നന്നായിട്ട് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇലകളെല്ലാം നന്നായിട്ട് അടിച്ച് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മളവിടെ ആ ഒരു പുല്ലും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ചെത്തി സെറ്റാക്കി എടുക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് കാലപ്പഴക്കമുള്ളൊരു പടർന്ന് പന്തൽ ചേർക്കുന്ന ഒരു പുളിമരം തന്നെയാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ അമ്പലം. എന്തായാലും അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കുറച്ചിങ്ങോട്ട് ഇങ്ങനെ അതിക്രമിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് കൊമ്പുകളൊക്കെ ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാട്ടോ നമുക്ക് നാളത്തെ പരിപാടീൻ്റെ ഭാഗമായിട്ടുള്ള മഞ്ഞൾ നീരാട്ട് അതേപോലെ തന്നെ പാൽക്കുടം നിറയ്ക്കാൻ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാണ്. അപ്പോൾ നല്ല ആ ഒരു ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചാണകമൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ അടിച്ച് ക്ലീൻ ചെയ്ത എല്ലാ ഭാഗത്തും, അതായത് ഈ ഒരു വഴി മുതൽ നമുക്ക് ഈ അമ്പലത്തിൻ്റെ സൈഡ് മൊത്തത്തിലൊന്ന് ചാണകം തെളിക്കാണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അതൊക്കെ നന്നായിട്ടൊന്ന് കലക്കി എല്ലാവരും ഒന്ന് തളിച്ച് കൊടുത്തിരിക്കുന്നതൊക്കെ തെളിച്ചൊരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്കും നല്ല വെയിലാകുന്നത് തന്നെ ഒരുപാട് ടൈം എടുക്കാതെ തന്നെ നമ്മൾ തളിച്ച് കൊടുത്തിട്ടുള്ള എല്ലാ ചാണകവും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ റോഡിലേക്ക് നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് തളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ചിട്ട് നോക്കി കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറി ഇരിക്കുന്ന സ്ഥലം കണ്ടോ. ഇപ്പോൾ പിന്നെ ആളുടെ കണ്ണിൽ എന്ത് കണ്ടാലും ഫുള്ളൊരു സംശയം ചോദിക്കണം കേട്ടോ. ഇതെന്താ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്ന പരിപാടിയാണ്. പിന്നെ നല്ല വെയിൽ തന്നെയുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ നിവേദ്യമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാഗം നന്നായിട്ട് കഴുകിയിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിട്ടതിന് ശേഷം അതെല്ലാം, അതായത് പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴുകി ഉണങ്ങിയതിന് ശേഷം ഈ ഒരു ബേസണിലാക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മൾ നിവേദ്യം ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു ഉരുളിയും പാത്രങ്ങളും ഒക്കെ. എന്തായാലും അതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ പൂജക്കതിലാണ് ഇത്. അപ്പോൾ ആ ഒരു കൊലയൊക്കെ നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പഴുത്തിട്ടുണ്ട് കേട്ടോ കൊല. ഇപ്പോൾ പിന്നെ ഈ ഒരു ഏരിയ ആയാലും നന്നായിട്ട് അടിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്നാലും അത് ഫുള്ള് ഉണങ്ങിയതിന് ശേഷമാണ് ഈ ഒരു പാത്രങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് വെച്ചിരിക്കുകയായാലും ഇനി നമുക്ക് 1-2 കുറച്ച് പരിപാടിയും കൂടി ചെയ്യാനുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും നമുക്ക് പൂക്കളെല്ലാം പറിച്ച് നന്നായിട്ട് ഒന്ന് മുട്ടി നോക്കുന്ന വേർതിരിച്ചെടുക്കാണ്ട് കുറച്ചധികം പൂക്കൾ വേണ്ടോ. പിന്നെ അതൊക്കെ കൂട്ടത്തിൽ കൽവിളക്ക് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകിയിട്ടുണ്ട്. കൽവിളക്ക് നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ കത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു എണ്ണമെഴുക്കൊക്കെ ഇരുന്നിട്ട് കുറച്ചുണ്ടായിരുന്നിട്ട് കഴുകി സെറ്റാക്കി എടുക്കാനൊക്കെ വന്നില്ല. അതെല്ലാം നമ്മൾ ഇഞ്ചിയൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നോക്കി ഓരോരോ പാത്രങ്ങളായിട്ട് ഉള്ളിലേക്ക് എടുത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി വെള്ളം പോകാനുണ്ട്. അപ്പോൾ അതാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെന്താണെന്നൊക്കെയാണ്. പിന്നെ നമുക്ക് നാളത്തെ പരിപാടിക്ക് ആവശ്യമായിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അടുത്ത് തന്നെ വേറൊരു കുളമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതായത് അതിൽ നല്ല ഉറവുകളുണ്ട്, നല്ല തെളിനീർ വെള്ളമാട്ടോ അതിന് വരുന്നത്. അപ്പോൾ അത് അത്രയും നല്ല പ്രകൃതി തരുന്ന അത്രയും ശുദ്ധമായ വെള്ളമാണ്. എന്നാലും ആ ഒരു വെള്ളമാണ് നമ്മൾ നാളത്തെ പരിപാടിക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. കുറച്ച് ദൂരം നോക്കട്ടെ, കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താറ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ദിവസം എന്തായാലും ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. കാരണം അത്രയും നല്ല തെളിഞ്ഞ വെള്ളം. അതായത് നമ്മളൊരു കുളമൊക്കെ ഒന്ന് ശരിയാക്കി ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അതിൽ പെട്ടെന്നായിട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരുന്നത് കാണാൻ പറ്റിയത്. എന്തായാലും അത്രത്തോളം ഉറവായിരുന്നു കേട്ടോ ആ ഒരു ഭാഗത്തുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അവനെക്കുട്ടി പൂക്കളുടെ ഒരു സെക്ഷനിലേക്ക് വന്നിരിക്കട്ടെ. പൂ പറിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആൾ നേരെ ഇറങ്ങി ഓടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്പലത്തിലേക്ക് ഇറങ്ങുന്ന ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. തെച്ചി, അതുപോലെ തന്നെ നമ്മുടെ മുല്ലപ്പൂ, അതുപോലെ തന്നെ നമ്മുടെ കോളാമ്പി, അങ്ങനെ കുറച്ച് വെറൈറ്റി പൂക്കൾ. അതായത് അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ പൂക്കളും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ദൂരമൊന്നും പോയി പറിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ കാരണം അത്യാവശ്യം വേണ്ട എല്ലാ പൂക്കളും നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നന്നായിട്ട് നനച്ച് നമുക്ക് അത്യാവശ്യത്തിലധികം പൂക്കൾ കിട്ടുന്നുണ്ട് പറയട്ടെ. അപ്പോൾ ഇത് നമ്മുടെ വേറെ രീതിയിലും തെച്ചത് നല്ല കടും കളറിൽ വരുന്നത്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ പൂജ തെച്ചി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ തെച്ചിയിലൊക്കെ കുറച്ച് പൂക്കൾ കുറവാണെങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യത്തിന് എന്തായാലും പൂക്കൾ വേറെ എവിടെയും പോകാതെ നമുക്ക് ഇവിടെ തന്നെ കളക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ചെടിയിലേക്ക് ആയാലും നിറച്ചിങ്ങനെ ഒരു മഞ്ഞ കുളാൻ വീടുള്ളൂ. അപ്പോൾ നിറച്ചിങ്ങനെ പൂത്ത് നിൽക്കട്ടെ. പൂവിനാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസിലാട്ടോ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഒരു പൂച്ചത്തിച്ച് ഉള്ളത്. അങ്ങനെ പൂച്ചത്തിച്ച് കാണിച്ചു തരാൻ വേണ്ടി വന്നപ്പോഴത്തേനും അതിൻ്റെ മുടി ആ ഒരു കമ്പിൽ ഉടക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പൂച്ചത്തിച്ചിലും പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പൂ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് ഇടുന്ന ഏരിയയിലാണ് നമ്മളത് വെച്ച് കൊടുക്കുന്നതെങ്കിൽ നന്നായിട്ട് തന്നെ കളറും ഉണ്ടാകും. അതായത് നല്ല കടും കളറിൽ, നല്ല കടും മഞ്ഞ കളറിൽ നല്ല സൈസോട് കൂടി നമുക്ക് പൂക്കൾ എന്നും കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ആവനെക്കുട്ടി അടുത്ത പണിയിലേക്ക് കടന്നിരിക്കുകയാണേ. ചൂലും അടിച്ചുവരിയൊക്കെ ആയിട്ട് ഇത് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ഈ രീതിയും കൂടി ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമുക്കത് ബക്കറ്റിൽ നമ്മൾ ചാണകം ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ ബാലൻസ് ഉള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ തെളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെ നമുക്ക് തെളിക്കാനും അതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മുടെ ആവനോട് നോക്കി കാര്യമായിട്ട് ആ അടിച്ചുവാരിയിലേക്ക് ഇങ്ങനെ ചപ്പ് കോരിയിടാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല. എന്തായാലും പറ്റുന്നതിൻ്റെ പരമാവധി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആളായാലും. നമ്മൾ ഇങ്ങനെയുള്ള ദിവസങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളാണ്. എന്നിട്ട് നമുക്കിനി ഒരുപാട് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊന്നും നടക്കില്ല. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ.
അങ്ങനെ എന്തായാലും ഗൈസ് നമ്മളതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വീട്ടിൽ വന്നത് നമ്മുടെ മീൻ കുഞ്ഞുങ്ങളൊക്കെ കട്ട വെയിറ്റിങ്ങിനായിരുന്നു കേട്ടോ ഫുഡിന് വേണ്ടിയിട്ട്. നേരെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കി ഫുഡെല്ലാം കഴിച്ചിങ്ങനെ ഓടി നടക്കുന്നവരെ കുറച്ച് നേരം നോക്കിയിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ ഇട്ടിട്ടുള്ളത് സിലോപ്പിയുടെ കുഞ്ഞുങ്ങളാണ്. അപ്പം തന്നെ നമ്മൾ കൊണ്ടുവന്നതിനേക്കാളും അത്യാവശ്യം നല്ല രീതി തന്നെയാണോ സൈസിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുഡ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ വേണ്ട. നേരത്തെ കൊടുക്കുന്ന ഫുഡിനെക്കാളും കുറച്ചുകൂടി ക്വാണ്ടിറ്റി അധികമായിട്ട് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.